തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മൾ 450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് ഈ നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്. ഇവൾക്ക് ഒരു കുഞ്ഞേ ഉള്ളു. ഇവർക്ക് 30-33 വയസ്സുണ്ട്. സാറേ, എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളയ്ക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും. പിള്ളേര് ഫോൺ അഡിക്റ്റഡ് ആണ് മിക്കവരും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകെയല്ലേ ഈ സ്ത്രീ കാരണം? അവരെന്തോ ഈ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്ന അവളെ കയറി കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പട്ടാപ്പകല് നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ട നിന്നൊരെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറിയും വിളിച്ച് പോണതുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ടോ? അവൾക്ക് ഈ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടുപോലെ 2-3 അവന്മാരും ഉണ്ട്. നേരം വെളുക്കുമ്പത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത്. എന്നാ ഷൂട്ടാണ് അറിയാൻ വരാം. നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തർ ഓടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം. അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നല്ലതിനെയൊക്കെ കണ്ടാലൊന്നും ആരും വിടുകയില്ല. അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവക്കൊന്നും മര്യാദക്ക് ചിരിക്കാം. എന്റെ സാറേ, അവളുടെ ക്ലോസപ്പ് കാണുകയാണെ ഒന്ന് താഴെ വീഴും. എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാമില്ല. ഇത്രോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മര്യാദക്ക് ഒന്ന് ക്യാമറയെ ഫോക്കസ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഇന്ന് 2 വർഷം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ബ്ലൗസും ഇട്ട് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാം സൗരഭ്യ. അവൻ ചെറിയൊരു കലാകാരനാണ്. എന്തോ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ശരി. ഇവൾ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിട്ട് എന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് അടിക്കുമ്പോൾ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? ഇവർക്ക് മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായൊരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ 10-50 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മൾ രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഓരോ പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി എത്രയോ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ. അല്ലെ ആ റീല് ചെയ്താൽ അതിലൊരു നമുക്ക് തരാനൊരു മെസ്സേജോ അല്ലെ പൊട്ടതാ എന്തും ആയിക്കോട്ടെ. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യവും എല്ലാവർക്കും ഉണ്ടാവും. അവർക്കും ജീവിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായി ആയെന്ന് പറഞ്ഞ് എല്ലാരും ചെന്നാൽ നടക്കുവാ സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയണേ. ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല. എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. സാറ് ആ കമന്റ് ഒന്ന് നോക്ക്. ആമ്പിളാര് വിളിക്കണ തെറി കേട്ട ഒരു മനുഷ്യന് സഹിക്കല. ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ 2-3 ദിവസത്തിന് മുമ്പ് ആളുകൾ ഇളകിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആണുങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് ഈ റോഡ് നിയമമൊന്നും ബാധകമല്ല ഇവർക്ക്. വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല. കൊച്ചി പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ആ പാലം നമ്മളെ കൊച്ചിലേക്ക് കടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു. ആ പാലത്തെ നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ ഈ 100-300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ നമ്മൾ ബോഡി ഷെയ്മിങ് ആണ് സാറ് പറയുന്നത്. ഈ ചുണ്ടലീനെ കാണാൻ പോകാനാണോ സാറേ? അവള് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു 25 പ്ലേറ്റ് അവളുടെ 2 സൈഡിലും ഉണ്ട്. നേരെ നോക്കാൻ പറ്റില്ല. എന്നിട്ട് കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാര് കൊണ്ട് ഈ കാട്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അവര് കെട്ടിപ്പിടിച്ച് ചുവട്ടിലും കൊണ്ടാക്കുള്ള നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം. ഇവിടെയൊക്കെ പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് വിട്ട് പാവട ഇട്ട് നടക്കുമ്പോൾ ഇവളോർക്കണത് ഇവളെ ഏതാണ്ടും അവന്മാര് ഇപ്പൊ അതിലുള്ളൊരു ഒരു കുഴപ്പമേ ഉള്ളൂ. ഈ തീറ്റിന്റെ തിന്നാനുള്ള വീട്ടിലെ അല്ല. അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുക. നേരം വെളുത്ത് സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാർ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യും. ഇവളുടെ വീഡിയോ ഇല്ലാതെ ഒരൊറ്റ എണ്ണമില്ല. ഇത് എന്നത് ഈ സിനിമാ നടിയും നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം. ഇവക്ക് 5-6 ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്. പക്ഷെ അത് കാണാൻ മേലെ നമ്മൾ കാണുന്ന എന്തിനാണുള്ള ഞെക്കണം?
ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളോ അല്ലല്ലേ, നമ്മുടെ പരിസരത്ത് പെൺകുഞ്ഞുങ്ങളോ അല്ലേ, നാട്ടിലുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകെയല്ലേ. കൊച്ചു പാവാട വീട്ട് എല്ലാവരും ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നടക്കായിരുന്ന. ഞങ്ങളും ഒക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. എനിക്ക് 57 വയസ്സുണ്ട്. റീൽസൊക്കെ ചെയ്യുന്ന ആൺപിള്ളേരെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെ മക്കളെയും ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യട്ടെ. ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് പേരായിട്ട് റീൽ ചെയ്യണ ഒരുത്തി ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 മരപ്പട്ടിയുണ്ട് അവിടെ കൂടെ. എന്റെ സാറേ, എനിക്ക് അതിൽ ഏറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സാണ് സാറേ. അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് AR റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് 3 കോടി രൂപയും. അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട കാണിക്കുന്നത് കണ്ടല്ലോ. ഇവളെ ചെള്ളിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും. അത്രക്ക് നമുക്ക് ദയനീയമുണ്ട്. കലയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടാ. ഞാൻ അതുകൊണ്ട് പറയുന്നു, പ്രതികരണ ശേഷിയുള്ളവർക്ക് സങ്കടം വരും. ഇവിടെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് പഴങ്കഞ്ഞി കൊടുക്കണമെന്നുണ്ട് ഇവിടെ കുത്തൽ മാറി കിട്ടും. ഒന്നാമത്തെ കാര്യം അവർക്ക് വീട്ടിലേക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാ തോന്നുന്നു. ഒരു ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞു കൊച്ചുവരെയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും പോകത്തില്ല. പെൺപെണ്ണുങ്ങൾ, ഒരു സ്ത്രീകൾ. ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് സാറേ. ഈ സ്ത്രീ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ല നടക്കുന്നത്. ഭർത്താവിന്റെ ആദ്യത്തെ കുടിയിലെ മകൻ എന്ന് പറയണവന് ഒരു 10, 16, 17 വയസ്സുണ്ട്. ആ ചെറുക്കന് നാണക്കട. ആ ചെറുക്കന്റെ മുഖത്തിവൾ ഇങ്ങനെ നോക്കും. ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവളെ ആമ്പിളാര് പറഞ്ഞ് നിന്റെ ബലൂൺ പൊട്ടിപ്പോകൂടി മഴയത്തിറങ്ങാതെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ. എന്തോ ഒരു നാണക്കേടുണ്ട്. കമന്റാണ് പിള്ളേര് പറയുന്ന. കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും അറിയുന്നില്ല. അതുകൊണ്ട് അവർ നല്ല പച്ചത്തെറിയെ വിളിച്ചു പറയുന്നത്. ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണതിന് ഒരു ഇതും ഇല്ല. ഇതാണ് റീൽസ്. എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ സാധാരണ റീൽസ് എന്ന് പറയണം. ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി. ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാറേ. പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നങ്ങും പറയരുത്. ഇവിടെ ഈ പിന്നെ വാവെടുക്കുമ്പോൾ പശു കിടന്ന് ചാടുന്നതൊക്കെയുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. സത്യമായിട്ട് തരും. കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളു. നേരെ ഫേസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും സൗന്ദര്യമില്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലീവ് ചെയ്യുന്നവരുണ്ട്. സൗകര്യമല്ല പ്രശ്നം. അതിൽ അവരവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മളതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് എന്താ പറയണ്ടേ? ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെക്കിക്കാല. ഇത് നല്ലത് വല്ല സെക്സുകാരുടെയും പുറകെ പോകുകയല്ലേ ഇവർക്ക്? വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? ഇത് നമ്മൾ കേരളത്തിലെ നമ്മുടെ ഇച്ചിരില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരൊന്നും മാറത്തില്ല. നേരം വെളുത്താൽ നമുക്ക് ഒരു സാധനം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന. ഇവൾ എപ്പോ കുത്തിയിരുന്ന് ഇതെല്ലാം അടിച്ചു കയറ്റി വിടുന്നെന്ന് അറിഞ്ഞല്ലേ സാറേ? എനിക്കറിയത്തില്ല. ഇങ്ങനെ കേരളത്തിനെ അവമാനിക്കാൻ പറ്റിയൊരു സ്ത്രീ. ആ കൂടെയുള്ളവർ പറയുന്നത് അവർ 2-3 സ്ഥലത്ത് ജോലി മേടിച്ചിട്ട് ചെയ്തിരുന്ന പിള്ളേർ ജോലി മേടിച്ചു കൊടുത്തിട്ട് ഇവള് പോകത്തില്ല, ജോലിക്ക് പോകത്തില്ല. ജോലി വേണ്ടെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള്. അല്ലാതെ അവർക്ക് കഴിയാൻ വകയുണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടല്ല കലാകാരന്മാർ. അറിയാവാ? തീറ്റി കുത്തലും കൂടിയിട്ടാ. ഇതാകുമ്പോൾ നടന്ന് മേയല്ല. ഇതിനെ നല്ലത് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത്. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാര്യം എന്താണെന്നറിയാവാ? ചിലർ മക്കളെ വളർത്താൻ വേണ്ടി, അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അതവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. ഇന്നെല്ലാ സ്ത്രീകളും. ഒന്നാമത്തെ കാര്യം സാറേ, കേരളം മുടിയിലാണ്. എത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം നാശമായി. പെണ്ണുങ്ങൾക്ക് യാഥാർത്ഥ്യബോധമാ. വീട്ടിനോട് കടപ്പാടാ, മക്കളോട് കടപ്പാടാ ഇല്ല. 2-3 കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലെ നിങ്ങളെ കൊന്നിട്ടാണ് പോണത്. ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്രയും പണി നേരം വിളിക്കുമ്പോൾ കാണിക്കുന്നത്. അറിയാവാ? നമുക്ക് വളരെയധികം വിഷമമുള്ളത് കൊണ്ട് പറയുന്നു. നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കും. നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിൽ, നമ്മൾ വേലെടുത്താണ് കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കുക. എന്നാലേ നമുക്കും ആ ബഹുമാനം കിട്ടുള്ളൂ. എന്തൊരു സ്ത്രീയാണിത്? ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ്. ഈ ആമ്പിളരൊക്കെ കാണുന്ന ഇതല്ലേ? ഇവളൊരു 10 ഞെക്ക് 10 ആണുങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിച്ചു തരാം. എടാ, ഇത് മുറി കൂട്ടിയിട്ട് ചെയ്യപ്പാ. ഈ സമൂഹത്തിനെ കാണിച്ച് വേണം ചെയ്യാൻ.
ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവരെ എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഞെക്കിപ്പൊട്ടിക്കണം. ഇത് ഈ ചെറിയ ചെറിയ പണിയും ചെയ്ത് ചെറിയ എന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ സാറേ? ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു. ഇവിടെ പിടിച്ച് 2 ദിവസം അട്ടക്കുളങ്ങര ഏതെങ്കിലും ഒരു ജയിലിൽ കൊണ്ടിടും, അവിടെ സൂക്കടിച്ച് മാറട്ടെ. സെക്സിനി എല്ലാത്തിലായിരിക്കും. ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഈ ഉണക്കവിറക് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം മേലെയുള്ള ആൺപിള്ളേർക്ക്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കെന്ന് പറയുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞ് നമ്മൾ വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊന്നും ഇതൊക്കെ ഇല്ല. സത്യം പറഞ്ഞോ സാറേ, ഞാൻ സാറിനോട് പറയുമ്പോൾ റെസ്പെക്ട് കളഞ്ഞിട്ട് പറയണം തോന്നരുത്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എന്തോ ഒരു സ്ത്രീയാണ് ഇത്. ഇവിടെ മര്യാദക്ക് എത്രയോ ഡീസന്റ് ആയിട്ട് റീൽസ് ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അമ്മമാര് വരെ, അമ്മൂമ്മമാര് വരെ ഉണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മമാരെ ഉണ്ട്. പിന്നെ അവരൊക്കെ കാണിക്കുമ്പോൾ നമുക്കതൊരു രസമാണ്, അവരുടെ ടൈം പാസിങ്. ഇത്രയും പ്രായമായിട്ട് അവർ ചെയ്യാൻ ടെൻഡൻസി കാണിക്കുകയും അങ്ങനെ അതിന്റെ കൂടെ ആരെങ്കിലും കാണുമ്പോൾ നമ്മളതിന് തമാശയായിട്ടാണ് കാണുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെ അപ്പൂപ്പനൊക്കെ എന്തെങ്കിലും കാണിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്ന പോലെ അത് എൻജോയ് ചെയ്യണം നമ്മൾ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല സാറേ. കഷ്ടമുണ്ട് ഇത് വളരുന്ന തലമുറക്ക് വളരെ ഭീകരമായൊരു മെസ്സേജാണ് കൊടുക്കുന്ന. അവിടെ കൂടെ കോഴിക്കോടുകാരനൊരു ഒരാളുണ്ട്, ഒരുത്തെ അവന്റെ പെണ്ണുമ്പിള്ളേനെ ആരെങ്കിലും നടുറുണ്ടെ കൊണ്ടിട്ട് ഞെക്കുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുള്ളൂ. അതാണ് കാര്യം. അവൻ എന്നിട്ട് കൊണ്ടു നടക്ക ഇതിനെ ചുമന്നുകൊണ്ട് നടക്ക. ഇവള് ഡോറ് തുറക്കുന്നു, കാറിലിറങ്ങുന്നു, പിന്നെ ഓട്ടോറിക്ഷയിൽ കയറുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരുളുപ്പും ആശ്രയിക്കില്ല, ഒരുളുപ്പും.